കള്ളത്തരം പിടികൂടി ബാലചന്ദ്രൻ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴതോരും മുംബൈയിലാണെങ്കിൽ സ്റ്റാലിൻ ഏത് ഹോട്ടലിലാണ് എന്നുള്ള കാര്യമൊക്കെ ബാലചന്ദ്രന് അയക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അങ്ങനെ ആ ഹോട്ടൽ മുറിയുടെ താഴെ വന്ന് നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം ബാലേന്ദ്രൻ വിളിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. ഒടുവിൽ അവർ തമ്മിൽ സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതായത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ? നിങ്ങൾ പറഞ്ഞതൊക്കെ അന്വേഷിക്കാനും ചിലതൊക്കെ അറിയാനും വേണ്ടിയാണ് താൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ, എന്തറിയാൻ എന്ന് ചോദിക്കുമ്പോൾ, വൈശിയുടെ മകളാണെന്ന് പറഞ്ഞത്, എൻ്റെ മകളാണെന്ന് പറഞ്ഞത്, അവൾ അനാഥയാണെന്ന് പറഞ്ഞത്, അനാഥ മന്ദിരത്തിലായിരുന്നു എന്ന് പറഞ്ഞത്, നിങ്ങൾ അവളെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്, ഇതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനങ്ങനെ മറക്കുന്ന ആളൊന്നുമല്ല, എനിക്ക് മറവിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ബാലേന്ദ്രൻ പറഞ്ഞു വയ്ക്കുകയാണ്, അതായത് മിസ്റ്റർ ഷാലി, എനിക്ക് നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതായത് നിങ്ങളുടെ കാമുകിയായ വൈജയന്തി പോകുന്നതിന് ശേഷം നിങ്ങൾ അവളെ കാണാനായിട്ട് ശ്രമിച്ചിട്ടില്ലേ? അവളുടെ വിവാഹം നടന്നു എന്നറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നു. 1-2-3 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരെന്നെ ഒരു അപകടത്തിൽപ്പെടുത്തി വധിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ആ വിവാഹ ദിവസം അറിഞ്ഞിരുന്നെങ്കിൽ വന്നില്ല, എൻ്റെ ജീവിതം രക്ഷിച്ചില്ല എന്ന് പറയുന്നു. അത് കേട്ട നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അതേസമയം വിവാഹം നടന്നതൊന്നും താൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എല്ലാം അറിഞ്ഞിരുന്നിട്ടും ഒരു പൊട്ടനെ പോലെ എന്തിനാണ് സ്റ്റാലി ജോസഫ് നിങ്ങൾ എൻ്റെ മുൻപിൽ പെരുമാറുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നായി പൊളിച്ചെടുക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.